crochet. Hi friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു കൗൾ സ്കാർഫ് അല്ലെങ്കിൽ നെക്ക് വാർമർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാർഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കൗൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വൂൾ, അതിന് പറ്റിയ ഹുക്ക്. ഞാനിവിടെ ഒരു 4ply ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പറ്റിയ 5mm ഹുക്കും ഒരു സിസേഴ്സുമാണ് നമുക്ക് ഇതിന് ആവശ്യം വരുന്നത്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ്. ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷ്യ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഇതിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് നോട്ട്, ചെയിൻ 3, ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ. ആദ്യത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് 2 ലൂപ്പിൽ കൂടെയും ഇൻസേർട്ട് ചെയ്യണം. ചെയിൻ 1, പിന്നെ നമ്മുടെ ഡബിൾ ക്രോഷ്യ. രണ്ട് ലൂപ്പിൽ കൂടെയും ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 1, ഡബിൾ ക്രോഷ്യ. ഞാനിവിടെ 32 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 8 ഇഞ്ചസ് ആവുന്നത് വരെ ഈ സെയിം ഡബിൾ ക്രോഷ്യേസ് റിപ്പീറ്റ് ചെയ്യണം. ഡബിൾ ക്രോഷ്യേസിൻ്റെ നമ്പേഴ്സ് എത്രയായാലും കുഴപ്പമില്ല, ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എയ്റ്റ് ഇഞ്ചസ് വിഡ്ത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് ലെങ്ത്താണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചെയിൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ലൂപ്സ് കൂടെ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ചെയിൻ 3 ചെയ്ത്, ചെയിൻ 3 എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേണിങ് ചെയിനും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. വർക്കിനെ ടേൺ ചെയ്ത് ഇനി നമ്മൾ ഈ 2 ലൂപ്പ് ഉള്ളതിൽ നമ്മുടെ അടുത്തുള്ള ലൂപ്പിലെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഫ്രണ്ട് ലൂപ്സ് കൂടെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. യാൺ ഓവർ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് ഈ സ്റ്റിച്ചിൽ നമ്മൾ വർക്ക് ചെയ്യണില്ല. തൊട്ടടുത്ത ഫ്രണ്ട് ലൂപ്പിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യും. പിന്നെ ഓരോ ഫ്രണ്ട് ലൂപ്പിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ലൂപ്സിൽ മാത്രമേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് ചെയിനിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല. only through front loop. ഡബിൾ ക്രോഷ്യേസ് ആണ് വർക്ക് ചെയ്യുന്നത്.
നമുക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ചെയിൻ്റെ ഒരു സൈഡ് കാണാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് ചെയിൻ 3ലും, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ചെയിൻ 3ലും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ലൂപ്സ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയിൻ 3, ടേൺ യുവർ വർക്ക്. ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. ഇനി അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് ലൂപ്പിലായിരിക്കും. ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിലല്ല നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം നമ്മൾ ഈ ലൂപ്പിൽ കൂടെ ആയിരിക്കും ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യാതെ വിട്ട് നമ്മുടെ ലൂപ്പിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അടിയിൽ നിന്നാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. yarn ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുത്ത് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യും. അടുത്ത ലൂപ്പിന് നമ്മൾ വർക്ക് ചെയ്യാതെ വിട്ട് തൊട്ടടുത്തതിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ അപ്പോൾ ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസ് ആണ് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യാൻ പോകുന്നത് ത്രൂ ദ അൺവർക്ക്ഡ് ലൂപ്സ്. ഡബിൾ ക്രോഷ്യ, അഗെയിൻ നോർമൽ ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ ലൂപ്പ് നമ്മൾ വർക്ക് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ല, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ലൂപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൂപ്പിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ. ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസ് നമ്മൾ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അതേ സ്റ്റിച്ച് നമ്മൾ ഇവിടെ മുകളിൽ വർക്ക് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. So skip next loop. In the next loop work a double crochet. Again skip the next double crochet and into the next double crochet work a double crochet. Skip next loop, into the next loop, a double crochet. ഈ രീതിയിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസ് നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയും ഓൾട്ടർനേറ്റ് ഡബിൾ ക്രോഷേസ്. ലാസ്റ്റ് ഡബിൾ ക്രോഷേ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസിൽ ഫ്രണ്ട് ലൂപ്പിലും വർക്ക് ചെയ്തു, ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷേസും വർക്ക് ചെയ്തു. ചെയിൻ 3, ടേൺ യുവർ വർക്ക്. ഇനി നമുക്ക് ഇത് ഓൾട്ടർനേറ്റ് നോക്കേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് കാണാം. നമുക്ക് ഈ ലൂപ്സിലേക്കായിരിക്കും നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. We'll be working in the unworked stitches. Double crochet, double crochet മുകളിൽ double crochet. Again
double crochet in the unworked stitch, double crochet മുകളിൽ double crochet. നമ്മുടെ ഫോർത്ത് റോ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആവുന്ന വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഡബിൾ ക്രോഷേസിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേസും അൺവർക്ക്ഡ് സ്റ്റിച്ചസിൽ ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷേ. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്. നോർമൽ സ്റ്റിച്ച് പോലെ മുകളിൽ നിന്നല്ല, നമ്മൾ അടിയിൽ നിന്നാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷേ, double crochets in the unworked stitches. Chain 3 യുടെ മുകളിൽ third chainൽ double crochet. ഒന്നുകൂടെ നോക്കാം. chain 3, turn your work, double crochet on the unworked stitch. വർക്ക് ചെയ്യാതെ വിട്ട് ആ ലൂപ്പ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. തൊട്ടടുത്ത ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷേ. നോർമൽ ഡബിൾ ക്രോഷയുടെ മുകളിൽ ഡബിൾ ക്രോഷയും അതിനിടയിലുള്ള സ്റ്റിച്ച് ചെയ്യാത്ത ലൂപ്പുകളിൽ നമ്മൾ നോർമൽ ഡബിൾ ക്രോഷേ. ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു 32 to 33 ഇഞ്ചസ് ലെങ്ത് ആവുന്നവരെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാമെന്ന്. ഇപ്പം ഞാനിവിടെ കുറച്ച് നീളത്തിൽ സെയിം തേർഡും ഫോർത്തും റോസ് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ലെങ്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. വീതി 8 ഇഞ്ച്, നീളം ഏകദേശം 30 ഇഞ്ചിൻ്റെ അടുത്ത് നീളവും എനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 റൗണ്ട്സും കൂടി ചെയ്യാം. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. വർക്ക് ടേൺ ചെയ്തിട്ട് ആദ്യത്തെ നമ്മുടെ ഡബിൾ ക്രോഷേ ആയി. അടിയിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പിൽ കൂടെ എടുക്കാം. ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യാം. തൊട്ടടുത്ത് ഡബിൾ ക്രോഷയുടെ മുകളിൽ നോർമൽ ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സൈഡ്സൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അൺഈവൻ ആയിട്ട് നിൽക്കുന്നില്ല, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് അങ്ങ് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേസിൻ്റെ ഒരു ബോർഡർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെയിൻ ചെയ്ത് ആ സെയിം സ്പേസിൽ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചെയിനുകൾ കാണാം. അപ്പോൾ അതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ഓരോ ലൂപ്പിലും ചെയ്തങ്ങ് അറ്റം വരെ നമുക്ക് തിരിച്ച് ഇവിടെ എത്തണം വരെ ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച്. അപ്പോൾ ഇവിടെ എല്ലാ സൈഡ്സിലും സിംഗിൾ ക്രോഷേ ചെയ്ത് എൻഡിലെത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ സൈഡിൻ്റെ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇനിയിപ്പോൾ ചെയ്തിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഡബിൾ ക്രോഷയുടെ ആ ഒരു എൻഡിങ് ഉള്ള കാരണം അതൊരു സ്റ്റിച്ചായിട്ട് തന്നെ ഉണ്ട്. അത് കാരണം അവിടെ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് ലൂപ്പിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്ത് നമ്മൾ ചെയിൻ 1 ചെയ്ത് നമ്മൾ യാനെ കട്ട് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യണം.
ഈ കൗളിന് ഞാനിവിടെ ബട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടൺസ് വെക്കേണ്ട, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൽ കൂടെ ഇറക്കാൻ പാകത്തിനാക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. അറ്റം ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഈ അറ്റത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ബട്ടൺസ് അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നെക്കിൽ കൂടെ ഇറക്കാൻ പാകത്തിന് ആക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ.